മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ്. അതായത് ലാലേട്ടൻ എന്തിന് പിണങ്ങിപ്പോയി, ലാലേട്ടൻ എന്തിന് ദേഷ്യപ്പെട്ടു എന്നാണ് എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നമായിരുന്നു അത്. അപ്പൊ അതിനുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് എവിക്ഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം 50ാമത്തെ എപ്പിസോഡായിരുന്നു. അപ്പൊ 50ാമത്തെ എപ്പിസോഡ് അവർ നല്ല രീതിക്ക് ആഘോഷിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തു, അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറഞ്ഞ് ക്ഷമാപരിക്ഷണമൊക്കെ നടത്തി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പിന്നീട് എവിക്ഷനിലേക്ക് പോകുകയും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എവിക്ഷൻ പ്രക്രിയയിലോട്ട് പോകുമ്പോൾ തന്നെ എവിക്ഷനിൽ ഉള്ളത് ആര്യൻ, റന ഫാത്തിമ, ആദില, ഷാനവാസ്, സാബുമോൻ, ലക്ഷ്മി, ഇത്രയും പേരാണ് എവിക്ഷൻ പ്രക്രിയയിൽ ഉള്ളത്. അപ്പം അത്രയും പേരെ ലിവിംഗ് റൂമിൽ നിന്ന് മാറ്റി ഗാർഡൻ ഏരിയയിലേക്ക് ബിഗ് ബോസ് കൊണ്ടുപോയി ബാക്കിയുള്ളവരെ ലിവിംഗ് റൂമിൽ ഇരുത്തുകയും ചെയ്തു. അതിൽ നിന്ന് അനുമോളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അനുമോൾ അവിടെ ഒരു കുറെ കോയിൻ വെച്ചിട്ടുണ്ട്. കോയിൻ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ആരാണ് സേവ് ആയി എന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്ന് അവിടെ കുറെ പൂമാലകൾ വെച്ചിട്ടുണ്ട്. ആ പൂമാല എടുത്ത് അവരെ വരവേറ്റ് എന്താ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ അനുവിന് കിട്ടിയത് ആര്യനാണ്. ആര്യൻ സേഫ് ആയി. ഓക്കെ, ഒബിയസ്ലി ആര്യൻ സേഫ് ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനീഷ് വന്നു. അനീഷ് വന്നിട്ട് ഷാനവാസിനെ കൊണ്ടുപോയി. പക്ഷെ അത് ഭയങ്കര ഒരു ക്യൂട്ട് മൊമെന്റ് ആയിരുന്നു. കാരണം അനീഷിന്റെ ആ വിരക്കും ഷാനവാസിന് മാലയിട്ട് കൊടുക്കലും അവരുടെ ആ ഒരു അണ്ണൻ തമ്പി ബന്ധം നമുക്ക് ഇന്ന് സ്ക്രീനിൽ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. കാരണം അനീഷിനെ ആ ഒരു അനീഷിന്റെ മനസ്സ് അലിയിക്കുക എന്നുള്ളത് ഭയങ്കര കഠിനമായ ഒരു കാര്യമാണ്. അത് ഷാനവാസ് എന്തായാലും നേടിയെടുത്തു. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് നല്ലൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് അനീഷ് ഷാനവാസ് കൂട്ടുകെട്ട്. അത് കഴിഞ്ഞിട്ട് ആദില ആദില സേഫ് ആവുന്നു. ആദില സേഫ് ആവുമ്പോഴാണ് ഇവിടെ ലാലേട്ടന്റെ ആ ഒരു ഇത് വരുന്നത്. കാരണം ഗെയിം തിരിയുന്നത്. ആദില സേഫ് ആവുമ്പോൾ ഒബിയസ്ലി നൂറ ആദില അവര് കപ്പിൾസ് ആണ്. അപ്പം നൂറയ്ക്ക് എന്തായാലും സന്തോഷം കാണും. നൂറ അപ്പം സന്തോഷം കൊണ്ട് ലിവിംഗ് റൂമിൽ നിന്ന് ഗാർഡൻ ഏരിയയിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ പുറയില് അനുമോൾ എത്തുന്നുണ്ട്. അപ്പൊ അനുമോള് ഇവരുമായിട്ട് നല്ല കൂട്ടായതുകൊണ്ട് അനുമോളും അതിന്റെ പുറകെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ റൂമിലോട്ട് പോകുമ്പോഴാണ് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു വെളിയിൽ ഇറങ്ങി പോകാൻ? ഇതാണ് റീസൺ. നിങ്ങളോട് ആര് പറഞ്ഞു വെളിയിൽ ഇറങ്ങി പോകാൻ? ഇതൊരു ഒരു ഇറങ്ങിപ്പോകേണ്ട റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ലാലേട്ടൻ ഇത് എന്താ പറയാ, ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കണമെന്നോ ഷോയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു റീസണേ അല്ല. കാരണം അവരവരുടെ സന്തോഷം പങ്കുവെച്ചു. അവരുടെ കൂടെയുള്ള ഒരാള് സേഫ് ആയതിന്റെ ഒരു സന്തോഷമാണ് അവരവിടെ പങ്കുവെച്ചത്. റെന ഫാത്തിമയാണ് ഔട്ടായിരിക്കുന്നത്. റെന ഫാത്തിമ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ ഒരു ഗെയിം കളിച്ചൊരു കുട്ടിയാണ്. കാരണം ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റെന ഫാത്തിമ ഇത്രയും ആൾക്കാരുടെ കൂടെ പിടിച്ചു നിന്ന് 50 ദിവസം വരെ എത്തുന്നത് ചില്ലറ ചെറിയ കാര്യമൊന്നുമല്ല. പുള്ളിക്കാരി നല്ല രീതിക്ക് തന്നെ എന്താ പിടിച്ചു നിന്നു. ആ ഹൗസിനുള്ളിൽ അത്രയും പേരുടെ കൂടെ ഗെയിം കളിച്ച് പിടിച്ചു നിന്നു. പക്ഷെ സാബുമോൻ എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സാബുമോൻ സേഫ് ആവുമെന്ന്. കാരണം സാബുമോന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഗെയിമും കാര്യങ്ങളും ഒരുപാട് വോട്ടുകൾ സാബുമോന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റെന ഫാത്തിമയാണ് ഔട്ടായിരിക്കുന്നത്. കാരണം എന്തായാലും ഒരു നല്ല കാര്യമാണ് റെന ഫാത്തിമ ഇപ്പം ഔട്ടായത്. കുട്ടി ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ആദ്യമൊക്കെ കുറെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും റെന ഫാത്തിമ ഇപ്പം അത്യാവശ്യം ആ നെഗറ്റീവ്സ് ഒക്കെ ഒന്ന് മാറി. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം റെന ഫാത്തിമയുടെ നെഗറ്റീവ്സ് ഒക്കെ കുറെയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പം എന്തായാലും നല്ലൊരു കരിയർ ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനിയും ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.